ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഹായ്, what is your name? Assalamualaikum. അർമാൻ. ഓക്കെ, അർമാനെ കണ്ടുകിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷ ഇവിടെ ആരാണ് സംസാരിക്കത്തില്ല. ചിക്കൻ ക്ലിപ്പ് എന്നാണ്. ഓക്കെ, എന്തായാലും നല്ല സാധനം കേട്ടോ. ഇവിടുത്തെ ഭക്ഷണം ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയണ്ട. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിയറ്റ്നാം യാത്രയ്ക്ക് ശേഷം ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ വന്നിരിക്കുവാണ്. ഏകദേശം 1 മാസത്തോളമായി നാട്ടിൽ വന്നിട്ട് വിയറ്റ്നാം യാത്ര കഴിഞ്ഞ് വീണ്ടും ഒരു യാത്ര പോവുകയാണ് കേട്ടോ. കസാക്കിസ്ഥാൻ എന്ന രാജ്യത്തിലേക്കാണ് എൻ്റെ യാത്ര പോകുന്നത്. കണ്ണൂരിൽ നിന്നും ഡൽഹി പോയി, ഡൽഹിയിൽ നിന്നുമാണ് ഡയറക്റ്റ് കസാക്കിസ്ഥാനിലേക്ക് ഞാൻ പോകുന്നത്. പുതിയൊരു യാത്ര പോട്ടെ. വിയറ്റ്നാം യാത്ര പോയപ്പോൾ വിഷമമുണ്ടായിരുന്നു? പോകുന്ന സമയത്ത് വിഷമമുണ്ടായിരുന്നു. പക്ഷെ മോനെ പോയി ഒരുപാട് വീഡിയോ സമയത്ത് ജനങ്ങളെ നമ്മളെ എന്നെയടക്കം നമ്മുടെ കുടുംബത്തിൽ മൊത്തം സന്തോഷിക്കുമ്പോൾ ആ പ്രകൃതിയെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ്. യാത്ര സന്തോഷമായിട്ട് പോകും. ഞാൻ ഇപ്പം പോകുന്ന യാത്ര ഒരു ലോങ് ജേണിയാണ്. കസാക്കിസ്ഥാനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞ് കിർഗിസ്ഥാനിലേക്ക് പോകും. ഒരു 3 മാസത്തോളം ഒരു വിസ എടുത്ത് പോകുന്നത്. ഒരു ലോങ് ഹൈക്കിംഗ് ജേണിക്ക് വേണ്ടിയിട്ട് പോകുന്നത്. സപ്പോർട്ട് ഉണ്ടായത് 100% സപ്പോർട്ടാണ്. മനസ്സിനകത്ത് വിഷമമുണ്ട്. പക്ഷെ എൻ്റെ ജീവിതം ഇങ്ങനെയാണെങ്കിൽ യാത്രയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു മാർഗമാണ് കേട്ടോ ഈ ഒരു യാത്രകൾ. നിങ്ങളെന്നാ വലിയ മനുഷ്യർ എൻ്റെ യാത്ര സ്വീകരിച്ചത് മുതൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു മാർഗമാണ് കേട്ടോ. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ എന്തായാലും പോവാണ്. ആ ഫ്ലൈറ്റുള്ളത് പോയി എന്തായാലും ഹാപ്പിയായിട്ട് പോയിട്ടാണ്. എന്തായാലും സുഖമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. ഒരുപാട് വിഷമമുണ്ട്. മക്കളെ എപ്പോഴും അടുത്ത് വേണമെന്ന് എല്ലാ അമ്മമാരും ചിന്തിക്കുക. പക്ഷെ എൻ്റെ മകൻ പോയിട്ട് വരട്ടെ. മോനിലെ കൂടെ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് നമുക്ക്. നിങ്ങളെല്ലാവരെയും നിങ്ങളെന്ന വലിയ മനുഷ്യരുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും വളർത്തി മോനെ പ്രാർത്ഥന. തീർച്ചയായിട്ടും എന്തായാലും പുതിയ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഉടനെ കൊണ്ടുവരും. നാട്ടിൽ നിന്നും കസാക്കിസ്ഥാൻ എത്തുന്നവരെയുള്ള എല്ലാ കാഴ്ചകളും തരും കേട്ടോ. അത് കഴിഞ്ഞ് ഒരുപാട് മലകളിലേക്ക് വേണ്ടി യാത്ര ചെയ്യണം, ഗ്രാമങ്ങൾ തേടി പിടിക്കണം. അതിനൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാനുള്ളത്. എന്തായാലും കാണാം. ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഇത്രത്തോളം ലഗേജ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. കൂടാതെ ഈ പ്രാവശ്യം യാത്രയിൽ നാട്ടിലുള്ള അരിയും വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കീർത്തി നിർമ്മലിന്റെ വെളിച്ചെണ്ണയും അരിയൊക്കെ ഞാൻ കൊണ്ടുപോകുന്നത്. കാരണം ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. ചെറിയൊരു പാക്കിംഗ് ആണ്. അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ടപ്പോൾ ഏകദേശം 2 ലിറ്ററോളം വെളിച്ചെണ്ണ ഞാൻ ഈ പ്രാവശ്യം എടുക്കുന്നുണ്ട്. ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ യാത്രയിൽ. അതുകൂടാതെ തന്നെ ഈ ലഗേജ് മൊത്തം കണ്ടു. ഇതിന്റെ ടെന്റ്, സ്ലീപ്പിംഗ് ബാഗ്, 2 ജാക്കറ്റ്, ഷൂ, പെട്രോൾ സ്റ്റവ് ഒക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പെട്രോൾ സ്റ്റവ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് പുതിയൊരു പെട്രോൾ സ്റ്റവ് ആണ്. MSR എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു പെട്രോൾ സ്റ്റവ് ആണ് കേട്ടോ. ഇത് പുറത്തുനിന്ന് വരുന്നതാണ്. ഇതിന്റെ കൂട്ടുകാരൻ വന്നപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ. എന്തായാലും സന്തോഷം. ഇതിൽ പെട്രോൾ ആയാലും ഡീസൽ ആയാലും മണ്ണെണ്ണയായാലും ഉപയോഗിച്ച് നമുക്ക് ഇതിൽ സ്റ്റവ് കത്തിക്കാൻ സാധിക്കും. ഇത് യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേട്ടോ. പിന്നെ 2 ജാക്കറ്റ് ഉണ്ട്. 2 ജാക്കറ്റ് എന്തിനാ വിചാരിച്ചാൽ പിന്നെ അത് സ്നോ ട്രെക്കിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇത് കറുത്ത ജാക്കറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ചെറിയ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ആ ജാക്കറ്റ് കൂടി എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. അതിലൂടെ തന്നെ മെയിൻ ബാക്ക് പാക്ക്, ക്യാമറ കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു ബാഗാണ് ഈ കാണുന്നത്. ഇതിന്റെ അകത്ത് ഏകദേശം 8 കിലോ 9 കിലോയുടെ ലഗേജ് പോകും. മെയിൻ ലഗേജിലാണ് 10, 20, 25 കിലോളം പോകുക കേട്ടോ. അവിടെ എത്തിയിട്ടായിരിക്കും എന്റെ ഭാരം കാര്യങ്ങളൊക്കെ കൂടുക. എന്തായാലും സന്തോഷം. നാളെ രാവിലെ ഇവിടുന്ന് കണ്ണൂർ എയർപോർട്ടിൽ പോകണം. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് കസാക്കിസ്ഥാൻ, അങ്ങനെയാണ് യാത്ര പോകുന്നത്. എന്തായാലും സന്തോഷം. കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. സമയം ഇപ്പോൾ 6 മണിയായി. കണ്ണൂർ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അത് യാത്ര തുടങ്ങുകയാണ്. വീട്ടിൽ വന്ന് കേട്ടോ. കാണാൻ എന്തായാലും സന്തോഷത്തോടെ ഇരിക്കും. സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. ഓക്കെ, എന്തായാലും പോയി കേട്ടോ. കാണാം. സച്ചിത്ര ഇതര ഒന്നുകൂടി ഉണ്ട്. ഞാനിപ്പോ ഡൽഹിയിലാണ് ഉള്ളത്. എന്റെ കൂടെ എന്റെ നാട്ടുകാരനുണ്ട് കേട്ടോ. ഞാനും പയ്യന്നൂർ, കണ്ണൂരാണ്. എവിടെയാണ് പറഞ്ഞത്? പയ്യന്നൂർ തൃക്കരിപ്പൂരിനടുത്ത്. നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ടായിട്ടുണ്ട് യാത്രക്കിടയിൽ. കസാക്കിയൻ മല്ലു എന്നാണ് ആൾ അറിയപ്പെടുന്നത്. എന്നാലും പേര് പറഞ്ഞു. എന്റെ ശരിക്കുള്ള പേര് അഫ്സൽ എന്നാണ്. ഞാൻ ഇപ്പം 7 വർഷത്തോളമായിട്ട് കസാക്കിസ്ഥാനിലാണ്. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഇവിടെ കേട്ടിട്ടുണ്ടാവും. ഇവിടെ എന്താ ചെയ്യുന്നത്?
അവിടെ എനിക്ക് ബിസിനസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, മെഡിക്കൽ MBBS നാട്ടിൽ നിന്ന് പഠിക്കാൻ തരുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടല്ലോ. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടും താമസം ഭക്ഷണമൊക്കെ ആയിട്ട് നമ്മളവിടെ സുഖസുന്ദരമായിട്ട് അല്ല ഇതുവരെ നല്ല രീതിയിൽ കൊണ്ടുപോവാണ്. 7 വർഷത്തോളം നമ്മൾ ഒരുപാട് ഡോക്ടർമാർ പഠിച്ചിറങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസ്. അപ്പൊ സെൻട്രൽ ആരെങ്കിലും വരുവാണെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവോ? ഓ തീർച്ചയായിട്ടും നമ്മളുണ്ടാവും അവിടെ. ചെറിയൊരാളല്ല കേട്ടോ, ഞാൻ ഈ പുള്ളിക്കാരനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. ഇത് നമുക്ക് ഇനിയും കാണാം. ഓ തീർച്ചയായിട്ടും കാണാം. കസാഖിസ്ഥാനിലാണ് നമ്മൾ നാളെ അവിടെ എത്തും. നിങ്ങൾ ഇന്ന് രാത്രി എത്തും. ഇന്നാണ് എന്റെ ഫ്ലൈറ്റ്. അതെ അതെ. അപ്പൊ എന്തായാലും പോയി വരാം കേട്ടോ. ഡൽഹിയിലെ കേരള ഭക്ഷണം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നാട്ടിലെ ചിക്കൻ ബിരിയാണി പോലെ ഉണ്ട്. ഇവിടുത്തെ മലയാളി ഹോട്ടലിൽ നിന്ന്, കേരള ഹോട്ടലിൽ നിന്ന് വാങ്ങിയല്ലേ? മുട്ട നമ്മുടെ നാട്ടിൽ ഇപ്പൊ പോയിട്ടുള്ള സാധനം. പണ്ടൊക്കെ ബിരിയാണിയോട് മുട്ടയൊക്കെ നമ്മളെ മലയാളികൾക്ക് മാത്രം കിട്ടുന്നതായിരിക്കും. യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും കസാക്കിസ്ഥാനിലേക്ക് ഇന്ത്യൻ ഫ്ലൈറ്റ് പോകുന്നില്ല. എയർ അസ്താന എന്ന് പറഞ്ഞ കസാക്കിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഫ്ലൈറ്റിലാണ് എൻ്റെ കസാക്കിസ്ഥാൻ യാത്ര. ഞാൻ നിലവിൽ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ എയർ അസ്താന. അതിൻ്റെ ഉള്ളിലെ സൗകര്യവും അത്രമാത്രം വൃത്തിയുള്ള ഒരു മനോഹരമായ ഫ്ലൈറ്റ് യാത്ര തന്നെയായിരുന്നു. എന്നെപ്പോലത്തെ ആദ്യമായി ഇങ്ങനെയുള്ള ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് ഇതൊരു കൗതുകമായ കാഴ്ചയാവാം. കസാക്കിസ്ഥാനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ആൽമാട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ പുതിയ രാജ്യത്തിൽ ഞാൻ കാലുകുത്തി ഒരു ഡോറിന് മുമ്പിലാട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, നമുക്കിങ്ങനെ കോഡ് അടിക്കണം കേട്ടോ. ഒരു പാസ്പോർട്ട് അടിച്ച് നമുക്ക് അയച്ചു തരും ബുക്ക് ചെയ്ത ആൾക്കാർ. അത് അടിച്ചിട്ട് മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റൂ. കയറി തപ്പി പിടിക്കണം. ഭാഷയൊന്നും അറിയത്തില്ല. രാവിലെ നല്ല മഴയാണ് കേട്ടോ. എന്തായാലും സന്തോഷം. ആദ്യത്തെ ദിവസം പോയിട്ട് കിടന്നുറങ്ങാനാണ് പോകുന്നത്. കാരണം ഒരു ഐഡിയ ഇല്ല, ഭാഷേൻ്റെ പ്രശ്നം നല്ലപോലെ ഉണ്ട്. സാർ നമുക്ക് നോക്കാം. പക്ഷെ ഒരു വേറെ തന്നെ ഒരു വൈബ് കേട്ടോ. രാവിലെ അമ്മേനെ കണ്ടു. അമ്മയാണ് എനിക്ക് സ്ഥലം പറഞ്ഞു തന്നത്. എന്തായാലും ഒന്ന് ഉള്ളിൽ കയറി ഒന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ. കുറേ സമയം ഞാനിങ്ങനെ തപ്പിപ്പിടിച്ച് നടക്കുന്നത്. എല്ലാ സ്ഥലവും CCTV ക്യാമറയാണ് കേട്ടോ. നമ്മൾ ആര് വന്നാലും പോയാലൊക്കെ ഇവർ അറിയും. നോക്കാം. ഞാനിവിടെ എത്തിയത് 6 മണിക്കായിരുന്നു കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. ഇന്ത്യയായിട്ട് അരമണിക്കൂർ ബാക്കിലാണ് കസാക്കിസ്ഥാൻ എന്ന രാജ്യമുള്ളത്. എന്റെ റൂമിലുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ നിൽക്കുന്ന റൂമിനകത്തുനിന്ന് എനിക്ക് എന്താ വാഷിംഗ് മെഷീൻ സൗകര്യം. അത് ചെറിയൊരു റൂമാണ്, പക്ഷെ ഭയങ്കര വൃത്തിയോട് കൂടി അവർ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം നമ്മളെ പോലെ സഞ്ചാരികൾ വന്ന് മാസങ്ങളോളം താമസിക്കുന്ന റൂമൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. മാസം താമസിക്കാൻ സാധിക്കത്തില്ല, കാരണം റൂമിലൂടെ പൈസ കൂടുതലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ റൂമിനാണെങ്കിൽ നമുക്ക് 500 രൂപ കൊടുത്തത്. ഇവിടെ ആകുമ്പോൾ നല്ല റേറ്റ് ഉണ്ട്. 1500 രൂപക്ക് മുകളിൽ പോകും. 2 ബെഡൊക്കെ ഉള്ള റൂമിന് ഇവിടെ 4000-5000 രൂപയ്ക്കാണ് ഇവിടെ എടുക്കുന്നത്. കാരണം റൂമിന് ഭയങ്കര പൈസ കൂടുതലാണ്. അപ്പൊ അധികം നാൾ സിറ്റിയിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല എന്ന് സാരം. എനിക്ക് റൂം മനസ്സിലാവും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു റൂം കാര്യങ്ങളൊക്കെ. എൻ്റെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൂടി ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് കുക്ക് ചെയ്യണം. പുറത്തേക്കുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. റൂമിലുള്ളന്ന് ഭയങ്കര ഒരു മഴക്കാരൊക്കെ ഉള്ളൊരു ടൈമാണ് കേട്ടോ. നല്ല മഴക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആൾക്കാരോടൊക്കെ പോയി സംസാരിക്കണം. സിറ്റിയിലെ കാഴ്ചകളൊക്കെ എനിക്ക് കാണണമെന്ന്. തിരക്ക് പിടിച്ച ആൾക്കാരാ തോന്നുന്നു. ഇതാണ് കേട്ടോ ഈ റൂമിൻ്റെ ഒരു ഉള്ളുഭാഗം എന്ന് പറയുന്നത്. ഇതുണ്ടോ, കിച്ചണാണ് ഈ കാണുന്നത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്ന് എനിക്ക് ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കണം. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളെ നാട്ടിലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കീർത്തി നിർമ്മലിൻ്റെ അരിയും വെളിച്ചെണ്ണയും അച്ചറക്കനെ എടുത്തിട്ടാണ് വന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് റൂം. നമ്മളെ ടോയ്ലറ്റ് ഉള്ളത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ചെറിയൊരു കുഞ്ഞൻ ടോയ്ലറ്റ്. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. ഒരാൾക്കൊക്കെ സുഖമായിട്ട് ഇവിടെ ജീവിക്കാമെന്ന് പറയാം. ഞാൻ മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ താമസിക്കുന്ന ആൾക്കാരായാലും ഇങ്ങനെയാണ് കേട്ടോ ജീവിക്കുന്നത്. ഒരു വലിയൊരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൻ്റെ അകത്തുള്ള കുഞ്ഞു കുഞ്ഞു റൂമിൻ്റെ അകത്താണ് ഞാനും ഉള്ളത്. ഇനി ഇവിടുന്ന് പുറത്ത് പോകണം. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് ഭക്ഷണം കഴിക്കണം. ആദ്യത്തെ ഒരു ദിവസം എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണം. What's your name? Huh? Look here. മനുഷ്യൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ, ഇല്ലെങ്കിൽ
ഓരോ രാജ്യത്തിലും അതിൻ്റെതായ ഭംഗിയുണ്ട്, സംസ്കാരമുണ്ട് കേട്ടോ. ഞാൻ ഇന്ത്യ, നേപ്പാള്, ഭൂട്ടാൻ്റെ ഒരു വശം, അതുകൂടാതെ നമ്മുടെ വിയറ്റ്നാമൊക്കെ പോയി. കസാക്കിസ്ഥാനിലെ ഈ അൽമാട്ടിയിലേക്ക് ഞാനിപ്പോൾ ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ സൈലന്റ് ആണ് കേട്ടോ. ആൾക്കാർ ഭയങ്കര സൈലന്റ് ആണ്. പെട്ടെന്ന് പോയിട്ട് നമുക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മേ ബി എനിക്ക് എന്താ കൂടെ ഗൈഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഭയങ്കര ഭംഗിയാട്ടോ. ഒരു പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളൊന്നും ഇല്ലാത്തൊരു മനോഹരമായ പാതകൾ, പട്ടണത്തിന്റെ പാതകൾ കേട്ടോ. തണുത്തൊരു അന്തരീക്ഷം, മൂടിയ കാലാവസ്ഥയിലൂടെയാണ് ഞാൻ ഇവിടുത്തെ പട്ടണം കാണുന്നത്. കുട്ടികളൊക്കെ എന്നോട് ക്യാമറക്ക് മുമ്പിലൊന്നും സംസാരിക്കാതെ ഒരു ബാക്കിൽ വന്ന് സംസാരിക്കുവാണ്. എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. നമ്മളെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇന്ത്യയിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം, നമ്മളെ സംസാര ശൈലി കൊണ്ടായിരിക്കാം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കസാക്കിസ്ഥാനിലെ ആൽമാട്ടിയിൽ ഈ ടൗൺ ഭാഗം കേട്ടോ. ഒന്ന് ചെറുങ്ങനെ കണ്ടതേ ഉള്ളൂ കേട്ടോ. അത്രയും മനോഹരമാണ്. അതായത് ഒരു ബസ് സ്റ്റാൻഡ് ആയാലും ആൾക്കാർ ബസ് കയറുമ്പോൾ നിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ക്യൂ ആയിട്ട് കയറുന്നത് പോലെ. നടന്നു പോകുമ്പോൾ ഒരു സൈഡിലൂടെ നടക്കുന്നു, മറ്റൊരാൾക്ക് ഇപ്പുറത്തെ സൈഡിലൂടെ വരുന്നു, വാഹനങ്ങളൊക്കെ പോകുന്ന രീതി എല്ലാം എന്തുകൊണ്ടും മനോഹരമായ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ആൽമാട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ആ ഡിഫറൻറ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഒരു പട്ടണത്തിന്റെ ഭംഗി കാര്യങ്ങളൊക്കെ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ഇനി ഇവിടുന്ന് ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അത് എങ്ങനെ എത്തണം പിടിക്കണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരണം. ഒരു മനുഷ്യൻ നമ്മളറിയാത്ത രാജ്യത്തിൽ വന്നിട്ട് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നത്, അങ്ങനെ ആദ്യത്തെ ഒരു ദിവസമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഭാഷ മൊത്തം ഇവിടുത്തെ ലോക്കൽ ഭാഷയിലാണ് കേട്ടോ. കറി പൗഡേഴ്സിൻ്റെ ഒക്കെ പേര് എഴുതിയിരിക്കുന്നത്. നമുക്കത് മനസ്സിലാവില്ല. നിങ്ങൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് വേണം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. പുറത്തുനിന്ന് ഹോട്ടലിലൊക്കെ ഇവിടുത്തെ മെയിൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ഹോട്ടലിൽ താമസിക്കുകയാണ്. നല്ല റേറ്റ് എടുത്തൊരു കാര്യം കേട്ടോ. നമുക്കിങ്ങനെ ഹോട്ടലിലൊക്കെ റൂം കിട്ടിയാൽ നമ്മൾ ചെറിയൊരു ഹോസ്റ്റലൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെ റൂം കിട്ടുവാണെങ്കിൽ കിച്ചൺ കൂടിയുള്ള റൂം തിരഞ്ഞെടുത്ത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഉള്ളി ഇവിടുത്തെ തക്കാളിൻ്റെ സൈസൊക്കെ നോക്കിയാൽ ഇങ്ങനെ കേട്ടോ. തക്കാളിയൊക്കെ ഉണ്ടാവും, കിട്ടില്ല. വലിയ വലിയ തക്കാളികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മാങ്ങ കേട്ടോ. ഈ ചെറിയ മാങ്ങേൻ്റെ വലിയ മാങ്ങ വരെ ഇവിടെ ഉണ്ട്. കുറച്ച് മാങ്ങ വാങ്ങി. ഭയങ്കര രസമാണ് കേട്ടോ മാങ്ങയൊക്കെ കാണാൻ വേണ്ടി. ഓക്കെ, ഫ്രൂട്ട്സൊക്കെ നല്ല അടിപൊളിയായി കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ്. നല്ല ഫ്രഷ് കിവി, ഇതൊന്നും പഴം എനിക്കറിയില്ല. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് ഭക്ഷണം ഉണ്ടാക്കണം. ഉള്ളി കണ്ട എന്താ രസം നോക്കി. ഉള്ളിയൊക്കെ ഭയങ്കര എന്താ പറയുക, നല്ല രസം കേട്ടോ. ഞാനൊരു പുതിയൊരു രാജ്യത്ത്, പുതിയൊരു ലോകത്ത് വന്ന പോലെയാണ്. ഇവിടുത്തെ ആൾക്കാരെ ശൈലി എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഡിഫറൻ്റ് ആയ ജീവിതമാണ്. നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ല കേട്ടോ. എല്ലാവരെയും കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം ഉണ്ടാക്കാം കേട്ടോ. ഭക്ഷണം കഴിക്കണം, എൻ്റെ കിടന്നുറങ്ങണം, നാളെ അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പി പിടിക്കണം. അതൊക്കെയാണ് പ്ലാനിങ്. ചോറ് കണ്ട, ചോറ് ഞാൻ നേരത്തെ ആക്കി താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് എന്താ പറയാമോ നോക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴറ്റിയിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു മസാല കറി ആക്കാം കേട്ടോ. അതിൻ്റെ കൂടെ കടുമാങ്ങ അച്ചാറൊക്കെ ഉണ്ട്. ഇന്നലെ ചോറ് കണ്ടോ, ചോറാക്കി കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പാത്രവും സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് മട്ടേരി ചോറ പൊളിച്ചെണ്ണ കട്ട പിടിച്ചിട്ട്. ഇത് ഇവിടെ കാലാവസ്ഥ ഇപ്പോഴും തണുപ്പും മഴയൊക്കെ ആട്ടോ, അതുകൊണ്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. കടുമാങ്ങ അച്ചാറുണ്ട് കേട്ടോ. അയ്യോ, കടുമാങ്ങ അച്ചാറുണ്ടോ. ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഗുണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിടാം. ആദ്യം നല്ല മട്ടയരി കേട്ടോ. ചോറ് എന്താ കട്ട പിടിച്ച് പോയ ഇത്ര സമയം കൊണ്ട്. തണുത്ത് കട്ട പിടിച്ചല്ല കേട്ടോ, ഇതിനുള്ളിൽ വെച്ച് തണുത്തായിരിക്കും. ഇതിനുള്ളിൽ വെച്ച് കട്ടയായിരിക്കും കേട്ടോ. ചോറിട്ട് കറിയൊക്കെ ഇങ്ങനെ കരിച്ചെടുത്തിന് കേട്ടോ. കരിച്ചല്ല, ഒരു എന്താ നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ ഇല്ലേ, അതിൻ്റെ റോസ്റ്റായിട്ട് നമുക്ക് കൂട്ടാം കേട്ടോ. മുട്ടയില്ലാന്ന് മാത്രം. ഇത് നമുക്ക് വില്ലനെ കൊണ്ടുവരാം, മെയിൻ വില്ലന. ഇത് കേട്ടോ, കടുമാങ്ങ അച്ചാറ്. എൻ്റെ അമ്മ, അൽമാട്ടിയിൽ എവിടെ കിട്ടും കടുമാങ്ങ അച്ചാറ്? റിസ്ക് എടുത്ത് കൊണ്ടുവന്നോണ്ട് അത് റെഡിയായി കേട്ടോ. പിന്നെ കുറച്ച് ചാറും കൂടി കഴിക്കാം. നിങ്ങൾ മുകളിൽ വെച്ചിട്ടാ. മട്ടേരും മുട്ട റോസ്റ്റ് പോലത്തെ മുട്ടയില്ലാത്ത തക്കാളീൻ്റെ റോസ്റ്റും കടുമാങ്ങയും. ഓരോ രാജ്യത്തിൻ്റെയും
കറൻസി ഭയങ്കര വ്യത്യാസമാണ്. കസാക്കിസ്ഥാനിലെ കറൻസി കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് 10,000-ന്റെ ഒരു നോട്ടായിട്ട് നിങ്ങൾ ഈ കാണുന്നത്. 20,000 രൂപ വരെയുള്ള ഒരു വലിയ ഒറ്റ നോട്ട് ഈ രാജ്യത്തിലുണ്ട്. 20,000 രൂപയുടെ നോട്ടെന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൈസ 3,500 to 4,000 വരും. ഇത് കോയിനാണ് കേട്ടോ. കോയിൻ വരുന്നത് 200 രൂപേൻ്റെ കോയിൻ. ഇവിടുത്തെ ഏറ്റവും വലിയ കോയിനാണ് 200 രൂപ. 200, 100, 50, 10, 5 ഒക്കെ ആയിട്ട് കോയിൻസ് വരും കേട്ടോ. 200 രൂപേൻ്റെ കോയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 35 to 40 രൂപ നാട്ടിലെ കേട്ടോ. INR 40, അതായത് INR 40 രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ 200 കോയിൻസ്. പക്ഷേ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ 10 രൂപയ്ക്ക് വെള്ളം കിട്ടുകയാണെങ്കിൽ അതേ വെള്ളം ഇവിടെ വാങ്ങണമെങ്കിൽ 10-40 രൂപ കൊടുക്കണം കേട്ടോ. ആ ഡിഫറൻറ്റ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കറൻസികൾ വരുന്നത്. ഭയങ്കര ഭംഗിയുള്ള ഒരു കറൻസിയാണെന്ന് പറയാം. ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടോ. എന്തെന്ന് വിചാരിച്ചാൽ നാളെ ഞാനൊരു യാത്ര വീണ്ടും പോകാട്ടോ. സിറ്റിയിൽ നിന്നും ഉള്ളേരിയകളിലേക്ക്. കോൾസായി എന്ന് പറഞ്ഞ തടാകമുണ്ട്. കോൾസായി ലേക്ക് കിർഗിസ്ഥാൻ ബോർഡറിൽ വരുന്ന സ്ഥലമാണ്. കെഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെക്ക് ചെയ്ത് പോകാനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഹിമാലയൻ ട്രെക്കിംഗ് പോലുള്ള ട്രെക്കിംഗ് സ്ഥലമാണെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്. നമ്മുടെ അൽമാട്ടിയിൽ നിന്നും ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ബുക്ക് ചെയ്തിട്ടാട്ടോ പോകുന്നത്. നാളെ 10 മണിക്കാണ്. 200 കിലോമീറ്ററോളം ഉണ്ട്. എൻ്റെ വിസ ഏകദേശം 12 ദിവസം വരെ ഉള്ളൂ. 200 കിലോമീറ്റർ ഹിറ്റേക്ക് ചെയ്ത് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കുറഞ്ഞ ഫ്രീ വിസയിൽ വന്നത് കൊണ്ടാണ് നമുക്ക് ആ പ്രശ്നമുള്ളത് കേട്ടോ. അപ്പോൾ കിർഗിസ്ഥാനിൽ എത്തിയിട്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. 3 മാസത്തെ വിസ കൊടുത്തിട്ടുണ്ട്. ഉടനെ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ രാവിലെ കാണാം കേട്ടോ. നാളെ രാവിലെ ഇവിടുന്ന് പോകുന്ന കാഴ്ചകൾ, അവിടെ എത്തുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. നിങ്ങൾ മുഴുവനായി കാണുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഓരോരോ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. രാവിലെ എണീറ്റ് നടത്താരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 കിലോമീറ്റർ നടന്ന് ഇവിടുത്തെ ഒരു ബസ് സ്റ്റേഷനിൽ എത്തണം. അവിടെ നിന്ന് എനിക്ക് ദൂരെ യാത്ര പോകാനുണ്ട്. ഓഹോ, ബസ് സ്റ്റേഷനിൽ ഭൂമിയിൽ എവിടെ പോയാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ ഹിമാചലൊക്കെ ഉണ്ടാകുമ്പം ആൾക്കാർ ഓടി വന്ന് നമ്മുടെ ബാഗ് വെച്ച് എടുത്ത് കാറിൽ വെക്കുന്ന പരിപാടി കൂടിയുണ്ട്. ഇതുണ്ടോ, ഈ പുറത്ത് കാണുന്നതൊക്കെ ടാക്സികളാണ് കേട്ടോ. ഷെയർ വണ്ടികളാണ്. നമ്മളെ ഇന്ത്യയിലുള്ളത് പോലത്തെ ഷെയർ സിസ്റ്റമാണ്. ഇതിൻ്റെ അകത്തുള്ളത് ബസ് സ്റ്റേഷനും കേട്ടോ. പക്ഷെ ഭയങ്കര വൃത്തിയുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഒറ്റപ്പാടും ബഹളമൊന്നും ഇല്ലാത്തൊരു ഷെയർ ടാക്സി എന്ന് പറയാം. നോക്കാം, ആൾക്കാർ നമ്മളിങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ കടയിലാണ് കേട്ടോ. ഭാഷ അറിയാത്ത ആൾക്കാരെ കണ്ടാൽ ഇവർക്ക് ഭയങ്കര തമാശ ചിരിയൊക്കെ പോലെയാണ്. ഫ്രണ്ട്ലി ആണ് പുള്ളിക്കാരൻ. എൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. നമ്മൾ വീഡിയോസ് എടുക്കുന്നുണ്ടോ എന്തിനു വിചാരിച്ചാൽ നമ്മളെ ലാംഗ്വേജ്, നമ്മളെ രൂപം, ഇതൊക്കെ അവർക്കൊരു തമാശ പോലെയാണ് കേട്ടോ. സാറില്ല പോട്ടെ. ഓരോ രാജ്യത്ത് പോകുമ്പോൾ നമുക്കെന്താ നമ്മളതായ രീതിയിൽ നമ്മൾ സഞ്ചരിക്കുക, തിരിച്ചു വരിക കേട്ടോ. ഞാൻ ഇന്നലെ ഇവിടെ ഒരു മുടി മുറിക്കാൻ കടയിൽ പോയപ്പം പുള്ളിക്കാരൻ എൻ്റെ കോലും കാര്യങ്ങളൊക്കെ കളിച്ച് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക. മുടിയൊന്നും മുറിച്ച് തന്നിട്ടില്ല. അതൊക്കെ ഒരു നമുക്ക് ഫണ്ണായിട്ട് എടുക്കുക കേട്ടോ. കാരണം നമ്മുടെ രാജ്യത്തിലേക്ക്, നമ്മുടെ വീടിൻ്റെ അടുത്തേക്കൊക്കെ വിദേശികൾ വരുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നില്ലേ, അതുപോലെയാണ് കേട്ടോ. എന്തായാലും സന്തോഷം മാത്രമാണ്. ബാക്കിലിരുന്ന ആളെൻ്റെ വീഡിയോസ് കാണാം കേട്ടോ. ഇതിൻ്റെ പേര് ചിക്കൻ ക്ലിപ്പ് എന്നാണ്. ബൈ ബ്രദർ, ക്ലിപ്പ് ക്ലിപ്പ്. ഓക്കെ, എന്തായാലും നല്ല സാധനം കേട്ടോ. ഇവിടുത്തെ ഭക്ഷണം ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയണ്ട. നമ്മൾ പൊറോട്ടയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. കസാക്കിസ്ഥാനിലെ കെഗൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുള്ള എന്ത് തണുപ്പറിയോ ഭൂമി. ഇവിടെ ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. ലോക്കൽ ഭാഷയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. ദിസ് ഈസ് മൈ ലാംഗ്വേജ്, മലയാളം. ഹായ്, ഹലോ ഹലോ. ഇവിടെ രണ്ടുപേര് വഴി കാണിച്ചു തരാൻ വരുവാണ്. നമ്മുടെ ലഡാക്കൊക്കെ പോലുള്ളൊരു സ്ഥലം കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. എന്തായാലും ഇഷ്ടപ്പെട്ടു. മലയാളം ലാംഗ്വേജ്. രാമത്തിനെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹായ്, വാട്ട് ഈസ് യുവർ നെയിം? അർമാൻ. അർമാൻ, ഓക്കെ. അർമാനെ കണ്ടുകിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷ ഇവിടെ ആരും സംസാരിക്കത്തില്ല. കസാക്കിൻ ലാംഗ്വേജും റഷ്യൻ കുറച്ചായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. അസ്സലാമലൈക്കും. വാലൈക്കും. എന്തായാലും സന്തോഷം കേട്ടോ. എന്താണ്, നമ്മുടെ നാട്ടിൽ 200 രൂപ കൊടുത്തിട്ട് ഇവിടെയുള്ള കടയിലൊക്കെ എന്നെ കൊണ്ടാക്കുന്നതാണ്. അതെന്റെ കൂടെ കുറച്ച് സമയം ഇങ്ങനെ വയ്യ വന്ന് സംസാരിച്ചു കുറെ സ്ഥലങ്ങളുണ്ട് കാണിച്ചു തരാം. പക്ഷെ പണത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു യാത്ര ചെയ്യുന്നതാണ്. ആൾക്ക് കാര്യം മനസ്സിലായോണ്ട് കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പ് കേട്ടോ. കോൾഡ് ലൊക്കേഷനാണ്. അൽമാട്ടിയിൽ നിന്നും
250 കിലോമീറ്റർ മാറിയിട്ടുള്ള കെഗൻ എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ളത്. കെഗൻ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ഒരു ഡിഫറൻ്റായ ഭൂമി, അതായത് എത്രയോ വലിയ കൊടുമുടികളൊക്കെ ഉണ്ട് കേട്ടോ. ചൈന, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാനിലൊക്കെ എന്താണ് ബോർഡർ പങ്കിടുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്ന് കോൾസായി തടാകം കുറേ ദൂരം പോകണം കേട്ടോ. ഇവിടുത്തെ ഭാഷയൊന്നും എനിക്കറിയത്തില്ല. സ്ഥലം നോക്കി, ഇതുണ്ട്, ഒരു ഡിഫറൻ്റായ ഒരു ഏരിയ ആണ് കേട്ടോ. ആൾക്കാരും വളരെ കുറവാണ് ഈ ഒരു സ്ഥലത്ത്. ഓക്കെ, പഴയ ടൈപ്പ് കാറുകളൊക്കെ പോകും. പക്ഷെ കാലാവസ്ഥ മഴ ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. തെക്ക് കിഴക്കൻ ഭാഗത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. അത് 200 കിലോമീറ്റർ അൽമാട്ടിൽ നിന്ന് ഞാൻ ബസ്സിലാണ് വന്നത്. വരുന്ന വഴിയിലൊക്കെ മൊത്തം മഴയാണ്. അത് മാത്രമല്ല കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ജനവാസം ഒന്നുമില്ല. വേറെ രാജ്യമല്ലേ, ഒന്ന് പഠിച്ചിട്ട് മെല്ലെ മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇനി ഇവിടുന്ന് കോൾസായി തടാകം കണ്ടുപിടിക്കണം. അങ്ങോട്ടേക്ക് ട്രെക്കിംഗ് ഒക്കെയാണ്. നോക്കാം എന്തായാലും. സമയം ഇപ്പോൾ 8 മണിയായി കേട്ടോ രാത്രി. അത് ഇന്ത്യയിൽ ഏകദേശം 8:30 ആയിട്ടുണ്ടാവും. ഇവിടെ 8 മണി, അരമണിക്കൂർ ഡിഫറൻ്റ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു. ഇന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവരാത്തെന്ന് വിചാരിച്ചാൽ നാട്ടിലാണ് പൈസ കുറവ് വാങ്ങിയിട്ട് വരാൻ. പക്ഷേ നാട്ടിൽ നിന്ന് കുറേ ലോഡ് എടുത്തിട്ട് വന്ന ഫ്ലൈറ്റിൽ കൊടുക്കാൻ വേണം ഏകദേശം 5000-2000 രൂപയൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരായിരുന്നത്. ആ പൈസ നമുക്ക് ഇവിടുന്ന് വാങ്ങാം, ആ ഭാരം നമുക്ക് ഒഴിവാക്കാം. ഇവിടുത്തെ ഈത്തപ്പഴമൊക്കെ നല്ല ഡിഫറൻ്റ് ഉണ്ട് കേട്ടോ. ഈ ഇത്രയും പൈസയുണ്ട് ഇവിടെ കണ്ടോ. പിന്നെ അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ്, വാൾനട്ട്. എന്താ വിചാരിച്ചാൽ അഥവാ ഇനി ഹിറ്റേക്ക് തുടങ്ങി നമ്മുടെ ലേറ്റായി പോയാൽ കഴിയില്ലല്ലോ. ഇത് നാളത്തേക്ക് രാവിലത്തേക്കുള്ള ഭക്ഷണം കേട്ടോ. ഇവിടെ കുക്കിംഗ് അലൗഡല്ല, നമ്മുടെ പേഴ്സണൽ കുക്കിംഗ് ഒന്നും അലൗഡല്ല. ഇപ്പോൾ നിൽക്കുന്നിടത്ത് ഇത് കണ്ടോ, ഇത് ഹീറ്ററാണ് കേട്ടോ. റൂം മൊത്തം ചൂടാക്കുന്ന ഹീറ്ററാണ്. നമ്മുടെ ഈ കസാക്കിസ്ഥാനിൽ വന്ന എല്ലാ വീടുകളിലും ഇങ്ങനെയുള്ള ഹീറ്ററാണ് കേട്ടോ ഉപയോഗിക്കുക. അത് മൊത്തം ചൂടാവും. അതെനിക്ക് തോന്നുന്നു എങ്ങനെയാണ് ചൂടാവുന്നൊരു ഐഡിയ ഇല്ല. ഗ്യാസിലായിരിക്കും തോന്നുന്നു. എന്തായാലും സന്തോഷം. ഇങ്ങനെ നിൽക്കുന്നു. കെഗൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നാളെ പോയി പെട്രോൾ ക്യാരി ചെയ്യണം. നമ്മുടെ ലേക്കിലേക്ക് പോകുന്ന ദൂരം ഇവിടുന്ന് 100 കിലോമീറ്റർ ഇനിയും പോകണം കേട്ടോ. അതെങ്ങനെ പോകണമെന്നൊരു ഐഡിയ എനിക്കില്ല. എന്തായാലും ഒരു രാജ്യത്ത് വന്നിട്ട് ഭാഷ അറിയാത്തതിൻ്റെ പ്രശ്നം നല്ലതുപോലെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ നമ്മളെ കളിയാക്കുന്നുണ്ട് ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ. ഇംഗ്ലീഷ് അറിയില്ല, അതായത് ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുമ്പോൾ അവരുടെ ടൈം നഷ്ടപ്പെടുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഇവിടെ ഞാൻ അനുഭവിച്ചു കേട്ടോ. ഭാഷ ഭയങ്കര ഒരു പ്രശ്നമാണ് ഈ ഒരു ഗ്രാമപ്രദേശത്തായാലും. സാരമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓരോ രാജ്യത്തിന് ഓരോ ഭാഷയാണല്ലോ. ഇന്ത്യയിൽ വന്ന ഹിന്ദി ഭാഷയാണല്ലോ കൂടുതലും സംസാരിക്കുന്നത്. ഇവർക്കത് അറിയില്ലെങ്കിൽ ആരും ഇവരെ കളിയാക്കില്ല. അതുപോലെ തന്നെയാണ്. പക്ഷെ ഇത്രയും ഭാരമൊക്കെ എടുത്ത് വന്നിട്ട് ചില ഭാഷ അറിയാത്തതിൻ്റെ പ്രശ്നത്തിൽ ആൾക്കാർ മിണ്ടാതിരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. നാളെ എണീച്ചിട്ട് പെട്രോൾ വാങ്ങണം. എന്നിട്ട് അടുത്ത പ്ലാൻ നോക്കാം. രാവിലെ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. രാവിലെ നല്ല വെയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ തണുപ്പാട്ടോ. ഇന്നലെ സ്റ്റോക്ക് ചെയ്ത ബന്നാണ് കേട്ടോ. അതാണ് കഴിക്കുന്നത് രാവിലെ. ഞാൻ പുറത്തൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ലഡാക്കൊക്കെ കണ്ടതുപോലെയുള്ള ഒരു മരുഭൂമി പോലത്തെ പർവ്വതങ്ങൾ കേട്ടോ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഒക്കെ ഒരു കാഴ്ച പോലെയുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, ഈ മഞ്ഞ് വീണാൽ തരണം ചെയ്യാൻ ടൈപ്പുള്ള വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരൊക്കെ. വാഹനങ്ങളൊക്കെ കണ്ടു, ഇങ്ങനെയുള്ള വാഹനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുക. അത് ഓഫ് റോഡ് വാഹനങ്ങളൊക്കെയാണ് കൂടുതൽ ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഒരു ശാന്തമായൊരു സ്ഥലം തന്നെ കേട്ടോ. ഇനി ഇവിടുന്ന് ഇങ്ങനെ നടക്കണം, എങ്ങോട്ടൊന്നും ഇല്ലാതെ യാത്ര ചെയ്യണം. എൻ്റെ കുക്കിങ്ങിന് വേണ്ട പെട്രോൾ എടുത്തിരുവാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് എനിക്ക് പെട്രോൾ തന്നു കേട്ടോ. അയ്യോ, നല്ല ആൾക്കാർ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ബാക്ക് പാക്കറാണ്, ട്രെക്ക് ചെയ്ത് നടന്നു പോകുന്ന ഒരാളാണ്. ഇന്ന് 100 കിലോമീറ്റർ എനിക്ക് ഹിറ്റേക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അത്ഭുതം തോന്നി കേട്ടോ. തൊട്ടടുത്ത് കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമാണ്, പിന്നെ ചൈനയൊക്കെയാണ് വരുന്നത്. താങ്ക് യു. നല്ല മനുഷ്യൻ കേട്ടോ, ദൈവത്തിനെ പോലത്തെ ആളാണെന്ന് പറയാം. ഓക്കെ, ബൈ, താങ്ക് യു. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അയ്യോ, നല്ലൊരു ഫാമിലി കേട്ടോ. നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കുന്നതും നമ്മൾ എന്താണെന്ന് അവർ അറിയുന്നതും കേട്ടോ. സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. അങ്ങനെ പോവാ വിചാരിക്കുന്നേ. ഈ സ്ഥലം നോക്കിയ മനുഷ്യൻ്റെ സൗണ്ട് അങ്ങനെ കേൾക്കുന്നില്ല കേട്ടോ. വളരെ കുറവാണ്. അത്രയും എന്താണ് പീസ്ഫുള്ളാന്ന് പറയാം കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ നിർമ്മിച്ച രീതി കണ്ടോ. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും ഹിമാലയത്തിലെ ഭാഗങ്ങളിലൊക്കെ സെയിം വീട് തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. വലിയ വ്യത്യാസമില്ല. ആൾക്കാരുടെ സ്വഭാവത്തിലും
അവർ പാലിക്കുന്ന എന്താണ് ബിഹേവിയറൊക്കെയാണ് കേട്ടോ, അവരുടെ രീതികളിലൊക്കെയാണ് വ്യത്യാസമുള്ളത്. പിന്നെ സ്ഥലത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അയ്യോ, ടിന്നാണ് കേട്ടോ, മുകളിൽ മൊത്തം ടിന്നു കൊണ്ടാണ് ഒരു വീടൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ ക്യാമറേൻ്റെ വെയിറ്റ് എത്ര അറിയോ? 3.5 കിലോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ. അതായത് കാണിച്ചുതരാം, ക്വാളിറ്റി നല്ലപോലെ ഉണ്ടാവും. ഗിംബൽ വെച്ചിട്ട് സോണീൻ്റെ ക്യാമറ വെച്ചിട്ട് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇനിയുള്ള വീഡിയോസ് മുഴുവനും ക്വാളിറ്റി കൊണ്ടുവരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവിടെ കണ്ടോ, വേറൊരു സഞ്ചാരികളുണ്ടാവില്ല. അതിൻ്റെ കാരണം വിചാരിച്ചാൽ വാഹനവും ഗൈഡിൽ മാത്രമല്ലാതെ ഹൈക്ക് ചെയ്ത് വരുന്ന ഒരാൾ ഇവിടെ നിങ്ങൾ കാണില്ല കേട്ടോ. അപ്പം ആൾക്കാർ തന്നെ ഒരു ഭീകര ജീവിയെപ്പോലെ നോക്കും. എന്തായാലും മൊത്തം സ്നോ മൗണ്ടെയ്ൻസ് ഒക്കെ അങ്ങ് ദൂരെ കാണുന്നത്. ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് നോക്കി, അയ്യോ മനോഹരമായൊരു സ്ഥലം കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു എപ്പിസോഡ് കെഗൻ വരെ ഉള്ളൂ. കെഗനിൽ വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സിനിമാ കാഴ്ചകൾ കാണാനുള്ളതാണ്. വിയറ്റ്നാമിൽ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന എപ്പിസോഡായിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എത്തിക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും എന്തായാലും കാത്തിരിക്കും മനോഹരമായ നിമിഷങ്ങൾക്ക് വേണ്ടി.